Hi friends, welcome. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈസി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ മെയിൻ ആയിട്ട് നമുക്ക് അരിപ്പൊടി വേണം. ഞാൻ ഇവിടെ 1 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. വറുത്ത അരിപ്പൊടിയോ വറുക്കാത്ത അരിപ്പൊടിയോ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഇനി അതിന്റെ പകുതി അളവ് റവയും കൂടി ചേർക്കാം. അതായത് 1/2 കപ്പ് റവ. വറുത്ത റവയോ വറുക്കാത്ത റവയോ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം. ഇനി ഇതിലേക്ക് വേണമെങ്കിൽ മാത്രം 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർക്കാം. അത് ഓപ്ഷണൽ ആണ്, വേണമെങ്കിൽ മാത്രം ചേർക്കാം. നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ ഒഴിവാക്കാം. ഞാൻ നേരത്തെ ചേർത്തതാണ്, പക്ഷേ വീഡിയോയിൽ റെക്കോർഡ് ആയിട്ടില്ല. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ലപോലെ തന്നെ അരിപ്പൊടിയും റവയും എല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കരിഞ്ജീരകം കൂടി ചേർക്കുന്നുണ്ട്. അതും ഓപ്ഷണലാണ്, ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർത്താൽ മതി, അതില്ലെങ്കിൽ ഒഴിവാക്കാം. ഞാൻ ഒരു 1/2 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. വീണ്ടും എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇത് മിക്സ് ചെയ്തതിന് ശേഷം ഇത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ചൂടുവെള്ളം വേണം ഉപയോഗിക്കാനായിട്ട്. അപ്പോൾ 1 കപ്പ് തന്നെ വെള്ളം വേണ്ടി വരും കുഴച്ചെടുക്കാനായിട്ട്. ആ വെള്ളം കുറേശ്ശെ ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ഇതുപോലെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട്. പിന്നീട് കൈകൊണ്ട് കുഴച്ചെടുത്താൽ മതി. പിന്നെ വെള്ളം ഒഴിക്കുന്ന സമയത്ത് എല്ലാം കൂടി ഒരുമിച്ച് ചേർക്കാതെ കുറേശ്ശെ ചേർത്തിട്ട് വേണം നമ്മൾ മിക്സ് ചെയ്തെടുക്കാനായിട്ട്. അല്ലെങ്കിൽ പിന്നെ ഒരുപാട് ലൂസായി പോവും. അപ്പോൾ അങ്ങനെ അഥവാ ലൂസായി പോവുകയാണെങ്കിൽ കുറച്ച് അരിപ്പൊടി വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുത്താലും മതി. അപ്പോൾ ഇതുപോലെ കുറേശ്ശെ ഒഴിച്ചിട്ട് വേണം നമ്മൾ കുഴച്ചെടുക്കാനായിട്ട്. അപ്പോൾ നല്ല ചൂടുവെള്ളം തന്നെ വേണം കേട്ടോ, തണുത്ത വെള്ളം ഉപയോഗിക്കരുത്. അപ്പോൾ കുറച്ചൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കൈവച്ച് തന്നെ കുഴച്ചെടുക്കാം. നമ്മൾ ചപ്പാത്തി മാവിൻ്റെ പരത്തിൽ ഇതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്. ഇനി ഇതുപോലെ ഉരുട്ടിയെടുക്കാം. പൂരിക്കൊക്കെ എടുക്കുന്നേക്കാളും അതിനേക്കാളും കുറച്ചൊരു വലുപ്പത്തിൽ വേണം എടുക്കാനായിട്ട്. ഇനി നമുക്കിത് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് ഷീറ്റാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ പത്തിരി പ്രസ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടും ചെയ്യാം. ഞാനിവിടെ പ്ലാസ്റ്റിക് ഷീറ്റിൽ കുറച്ച് ഓയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം ഇതുപോലെ വെച്ചിട്ടാണ് പ്രസ് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ ഒരു പ്ലേറ്റ് വെച്ച് പ്രസ് ചെയ്തെടുക്കാം. അപ്പോൾ പത്തിരി പ്രസ്സൊന്നും ഇല്ലാത്തവർക്ക് ഇതുപോലെ ചെയ്താൽ മതി. ഇപ്പോൾ നല്ല കനം കുറഞ്ഞ് തന്നെ നമുക്കിത് പരത്തിയെടുക്കാൻ പറ്റും. നല്ല ഷേപ്പിലും കിട്ടും. അപ്പോൾ ഇതുപോലെ ഓരോന്നും റെഡിയാക്കി എടുക്കണം. അതിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. നല്ലപോലെ തന്നെ ചൂടായിരിക്കണം. ഇനി ഇത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് തന്നെ ഇത് പൊളിച്ച് വരും. അപ്പോൾ നമ്മൾ സാധാരണ പൂരി ഉണ്ടാക്കുന്ന രീതിയിൽ തന്നെ ചെയ്തെടുത്താൽ മതി. ഒരു സൈഡ് ആയതിനു ശേഷം മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ചിലതൊക്കെ പെട്ടെന്ന് ഇങ്ങനെ പൊളിച്ച് വരാതിരിക്കും. ആ സമയത്ത് നമ്മൾ എണ്ണ കുറച്ച് ഇതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. നന്നായിട്ട് തന്നെ പൊങ്ങിക്കിട്ടും. ഇതിപ്പോൾ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ പഞ്ചസാര ചേർത്തുകൊണ്ട് ഈ ഒരു കളർ കിട്ടുന്നത്. പഞ്ചസാര ഇല്ലെങ്കിൽ വെളുത്ത ഒരു കളറായിരിക്കും. നിങ്ങൾക്കത് വേണ്ടെങ്കിൽ ഒഴിവാക്കാവുന്നതാണ്. ഇനി മറ്റൊന്നും കൂടി ഇതേ രീതിയിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. നല്ല സിമ്പിളാണ്. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. സാധാരണ പൂരിക്കൊക്കെ കഴിക്കുന്ന ഏത് തരം കറിയുടെ കൂടെയും കഴിക്കാം. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ തണുത്താലും കുറച്ച് ഇതിങ്ങനെ തന്നെ ഇരിക്കും കേട്ടോ, ഒരു സോഫ്റ്റായി പോവില്ല, ഇങ്ങനെ തന്നെ ഇരിക്കും. അപ്പോൾ ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.